ഇന്ന് നമുക്ക് ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ? ഇത് 2 രീതിയിൽ വെക്കാവേ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും വെക്കാം, ഇല്ലാതെ നോർമലായിട്ടും വെക്കാം. ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പേസ്റ്റ്, ഗരം മസാല, ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി ഇതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയിലോട്ട് ചിക്കൻ 2 സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. വലുതായിട്ട് ഫ്രൈ ചെയ്യേണ്ട, എങ്കിൽ ഭയങ്കര ഹാർഡായിപ്പോവും. എന്നിട്ട് ഫ്രൈ ചെയ്ത് ചിക്കൻ മാറ്റിയിട്ട് നമ്മൾ കുക്കറിലോട്ട് ആ ഫ്രൈ ചെയ്യാൻ എടുത്ത വെളിച്ചെണ്ണ തന്നെ യൂസ് ആക്കാം കേട്ടോ. അപ്പം നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കാണും. അതിലോട്ട് ഒരു 2 വലിയ സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് സവാള മൂപ്പിച്ച് വഴറ്റി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ചെറിയ തക്കാളിയും കൂടെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം, നല്ല മണത്തിനും ടേസ്റ്റിനും വേണ്ടി. എന്നിട്ട് നമ്മൾ അടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ എടുത്ത് ഇതിൽ ഇട്ട് കൊടുക്കണം. എടുത്തിട്ട് പിന്നീട് നമ്മളിട്ട് സ്പൂൺ കൊണ്ട് ഭയങ്കരമായിട്ട് ഇട്ട് കുത്താനും ഇളക്കാനും പാടില്ല, ചിക്കൻ പൊടിഞ്ഞു പോകും. ആവശ്യത്തിന്, അതായത് നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ തിളപ്പിച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലോട്ട് അരിക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. വേറെ സ്പൈസസും കാര്യങ്ങളോ ഒന്നും ഞാൻ ആഡാക്കുന്നില്ല. എന്നിട്ട് നമ്മൾ അരിയും കൂടെ ഇട്ട് അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചിട്ട് അതിൻ്റെ എയർ തുറന്ന് വിടാൻ പാടില്ല. എയർ തുറന്ന് വിടാതെ കുക്കർ മാറ്റി വെക്കണം. എന്നിട്ട് വേറൊരു ഫ്രൈങ് പാനിൽ ബട്ടറിലാണ് ഞാൻ ഉള്ളിയും കാഷ്യൂവും കിസ്മിസൊക്കെ സോട്ട് ചെയ്തെടുക്കുന്നത്. ഈ ബട്ടറിൽ സോട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. നമ്മൾ നെയ്യിൽ സോട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു പ്രത്യേക തരത്തിലൊരു സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ഉള്ളി ബട്ടറിൽ മൂപ്പിച്ചെടുക്കുകയാണ്. വലുതായിട്ട് അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ഡീപ്പ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും തന്നെ കാഷ്യൂനട്ടും പിന്നെ കിസ്മിസും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മുടെ കുക്കർ പയ്യെ അങ്ങ് തുറന്നു നോക്കണം. ആഹാ, നമ്മുടെ ബിരിയാണി സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. തുറന്നപ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ കൂടെ ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഗാർണിഷ് ചെയ്ത് കുക്കർ ഒരു അരമണിക്കൂർ അടച്ച് മാറ്റി വെക്കണം. നമുക്ക് കഴിക്കാൻ സമയമാകുമ്പോഴത്തേനും തുറക്കുമ്പോഴത്തേനും ഈ ബട്ടറിൽ മൂപ്പിച്ച സവാളയും കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു മണമാണ് കേട്ടോ. നമുക്ക് ആ സ്മെല്ല് പറയുമ്പോഴത്തേനും വായിന്ന് വെള്ളം വരുന്നുണ്ട്. അങ്ങനെ അടച്ച് വെച്ചിട്ട് കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേനും ഓപ്പൺ ആക്കിയപ്പം ആഹാ, സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി ഇതാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. മിക്ക സമയത്തും ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് വെക്കുന്നത്. ഇതിപ്പം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇക്ക എങ്ങനെയുണ്ട്, ബിരിയാണി കൊള്ളാമെന്ന് വെച്ചപ്പം ഇക്കായും പറയുന്നുണ്ട് എല്ലാ ടൈമും വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.